ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല മടിയുള്ള ദിവസമാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്നലെ അരച്ച് വെച്ച മാവിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രാത്രി ഫുള്ള് ആയിട്ടുണ്ടോയെന്ന്. പിന്നെ അമ്മ അരച്ച് വെച്ചതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ മുട്ടക്കറി ആക്കാമെന്ന് കരുതി അപ്പത്തിന്. അന്നേരം നമുക്ക് കുക്കറിനകത്തിട്ട് ഉണ്ടാക്കാമെന്ന് അമ്മ പറഞ്ഞു. അതാകുമ്പം ഗ്യാസും എണ്ണയും ഒക്കെ ലാഭമാണല്ലോ, സമയവും ലാഭിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം യൂട്യൂബും കൂടെ നോക്കിയിട്ടോ. അങ്ങനെ കുക്കറിനകത്ത് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അമ്മ ധ്യാനം കൂടാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. വീട്ടിലാണെങ്കിൽ 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് എണീക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. ഇപ്പം അമ്മയുടെ കൂടെ കൂടി എനിക്കും ആ ഒരു ശീലം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും ആ ശീലം നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് വയറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിയത് പിന്നെ വയറ് കുറഞ്ഞു. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മുട്ട പുഴുങ്ങിയതും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. ഇനി ചേട്ടായിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. ഒത്തിരി നേരത്തെ എണീക്കേണ്ടതൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാം. ലഞ്ച് പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കട്ടെ. ഇതാകുമ്പോൾ പിന്നെ ഒരു കറി മതിയല്ലോ, ചോറിന് ഒത്തിരി കറി വേണ്ടേ. അപ്പോൾ ചായയും കൂടെ വെച്ചിട്ടുണ്ട്. ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അമ്മയായിരുന്നു ഇതിൻ്റെ പരിപാടി. അതുകൊണ്ട് എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയൊരു തണ്ണിമത്തൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനും അമ്മ എന്തായാലും ഇത് തിന്ന് തീർക്കൂല. കുറേ ജ്യൂസൊക്കെ അടിച്ചിട്ടും ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കരുതി ചേട്ടായിക്ക് എന്നാൽ കൊടുത്തു വിടാമെന്ന് അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി അത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ തണ്ണിമത്തൻ്റെ തൊണ്ട് കൊണ്ടൊരു പരിപാടിയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ 3-4 അപ്പം കൂടെ ചൂടായിട്ടുണ്ടാക്കിയേ. എന്നിട്ട് ഗ്ലാസിൻ്റെ അവിടെയും കൂടെ ക്ലീൻ ആക്കി. എന്നിട്ട് ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളതും കൂടെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. മുട്ടക്കറി ഞാൻ വിചാരിച്ച പോലെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമാധാനമുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അടുക്കളേൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നേ. അപ്പോൾ ചേട്ടായി പോകുന്ന സമയത്ത് ഞാൻ വേസ്റ്റും കൂടെ കൊടുത്തു വിടും കേട്ടോ. നേരത്തെ വീട്ടിലായിരുന്നപ്പോഴത്തേനും വണ്ടി വരുമായിരുന്നു വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ചേട്ടായി പോകുന്ന സമയത്ത് അങ്ങ് കൊണ്ടുപോയി കളയും. അങ്ങനെ എന്നോടും അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ആളിറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് രാവിലെ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പാത്രമൊക്കെ കഴുകി അടുക്കള ഞാൻ നല്ല പുതുപുത്തം പോലെ ആക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നേരെ പോകുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും അമ്മ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് കഴിയുമ്പോഴത്തേനും അമ്മയും കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ നിർത്തി ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ചേട്ടായി പോകുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാനിങ്ങനെ കിടന്നുറങ്ങുന്നതാ. എന്നിട്ടൊരു 8:30 ആകുമ്പോഴത്തേനും എണീക്കും. എണീറ്റ് വന്നപ്പോഴത്തേനും അമ്മ അടുക്കളയിൽ അപ്പം ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം അമ്മേനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ചായ ഇടുവാണേ. അമ്മയ്ക്ക് ഇപ്പം കാലിച്ചിരി വയ്യ, അതുകൊണ്ട് നല്ല വേദന കാണും. എന്നാലും അമ്മ സഹായിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അടുക്കളയിൽ വന്ന് നിൽക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട്. അങ്ങനെ ഞാൻ അമ്മേനെ അവിടെ കൊണ്ടിരുത്തി ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അന്നേരം ഒരു ഗ്ലാസ് ചായ കുടിക്കും കേട്ടോ. ഇതിനിടയ്ക്കലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലേ. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പവും കറിയൊക്കെ. എന്നിട്ട് ഞാനും അമ്മ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേനും അവൾമാർ വിളിക്കുന്നുണ്ട്. ഇവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഒന്നിച്ച് പഠിച്ചവരാണ്. 5 വയസ്സിൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇവൾമാരെ എന്നാ പേരിട്ട് വിളിക്കണമെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയണോ, കൂടപ്പിറപ്പെന്ന് പറയണോ, എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേട്ടിരിക്കും. നമ്മുടെ ഏതൊരവസ്ഥയിലും നമ്മുടെ ഒപ്പം നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള കുറച്ച് ആളുകളില്ലേ, അങ്ങനത്തെ ആളുകളാട്ടോ. എനിക്ക് ഒത്തിരിയും ഫ്രണ്ട്സുണ്ട്. അവരൊക്കെ എനിക്ക് സ്പെഷ്യലുമാണ്, ബെസ്റ്റുമാണ്. അതേപോലെ എനിക്കും അത്രയും സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്സാണ് ഇവർ. നമ്മൾ 5 പേരുണ്ട്. ഇന്ന് ഒരാൾ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് അയാളില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പണിയും നടക്കും, അവരുടെ പണിയും നടക്കും കേട്ടോ. അവർക്ക് ജോലിയൊക്കെ ഉണ്ട്, എന്നാലും സമയം കിട്ടുമ്പോൾ ഒക്കെ വിളിക്കും. ഇനിയിപ്പം വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ വോയിസ് മെസ്സേജ് ആണെങ്കിലും ഇടും കേട്ടോ. അങ്ങനെ നല്ല രസമാണ്, നമുക്ക് ബോറടിക്കത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കെട്ടിയവന്മാർ ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ എന്നും വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ, നിങ്ങൾ എന്നെ ഇതിന് മാത്രം സംസാരിക്കുന്നേ, എല്ലാ ദിവസവും ഒരു കാര്യം തന്നെയാണോ ഈ സംസാരിക്കുന്നതെന്നൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം കാണും കേട്ടോ. ഇനിയിപ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിലും നമ്മളിങ്ങനെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ്. ഇവരുള്ളതുകൊണ്ട് എനിക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ചിലർ പറയില്ല, നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണ്. അത് സത്യമാണ് കേട്ടോ. അങ്ങനെ വർത്താനം പറഞ്ഞ് ഒരാൾ പോയി. അവളുടെ പേര് അർച്ചന. ഈ മേലെ കണ്ണാടി വെച്ചിരിക്കുന്നത് അലീന, താഴത്തത് മഞ്ജു, ഇനി ഒരാളും കൂടെ ഉണ്ട്, അനുപമ. അപ്പോൾ ഈ വരുന്നത് ഞങ്ങളുടെ സാറാണ്. അപ്പോൾ സാറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഈ സാറുമാരെ കണ്ടാലും ഒരു ചമ്മലുണ്ട്. അപ്പോൾ ഞാനും അവളും കൂടെ ചമ്മി നിൽക്കുമായിരുന്നു. സാറ് ചോദിക്കുന്നതിനൊക്കെ മറുപടിയൊക്കെ പറഞ്ഞിട്ട് നല്ല രസം
രസമായിരുന്നു. നമുക്ക് നമ്മളെ ചെറുപ്പത്തിൽ പഠിച്ച സാറുമാരെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾക്കും എവിടെയോ പോകണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അവളും അങ്ങനെ പോയി. പിന്നെ ഞാനും ഇവളും കൂടെ ഉള്ളതെന്ന് കേട്ടോ. അപ്പം ഇവൾക്ക് കറി വെക്കണമായിരുന്നു. സാമ്പാറും ചെറുപയറും ഒക്കെ വെക്കുന്നത് എങ്ങനെയാണ് എന്നോട് ചോദിക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ചോദിക്കുന്നത്. അപ്പം ഞാൻ കാര്യമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്കും അറിയത്തില്ല, അവൾക്കും അറിയത്തില്ല. പിന്നെ നമ്മൾ രണ്ടും കൂടെ അന്നേരത്തേനും ചോറായിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെ റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. ബാക്കി അവിടെ ഇരുന്ന് ആയിക്കൊള്ളാലോ. ഞാൻ ഒരു തല തിളയ്ക്കുമ്പോൾ തന്നെ ഇതെടുത്ത് റൈസ് കുക്കറിനകത്തോട്ട് വെക്കുക. പിന്നെ ഞാൻ അരിഞ്ഞിട്ട് അവിടെ നാശമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ തണ്ണിമത്തൻ്റെ തൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അച്ചാറിട്ടെ. ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ വെച്ചിട്ട് ചെയ്ത റെസിപ്പിയാണ്. ഏതായാലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിനെഗർ കൂടുതലായിട്ട് ആഡ് ചെയ്താൽ നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ ഒക്കെ ഒരു സെയിം ടേസ്റ്റ് തന്നെ വരും കേട്ടോ. പിന്നെ ഇന്ന് മടിയുള്ള ദിവസമാണ്, അങ്ങനെ കാര്യമായിട്ടുള്ള കറികളൊന്നും ഇല്ല. അപ്പം അമ്മ പറഞ്ഞു നമുക്കെന്നാൽ വഴുതനങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം, മീൻ വറുക്കുന്ന പോലെ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പം അങ്ങനെയാണ് എടുക്കുന്നത്. മീൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ തട്ടിക്കൂട്ടാറുണ്ട്. അത് അടിപൊളിയാണ്. ഒഴിച്ചുകറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഇത് മതി കേട്ടോ. അങ്ങനെ മീനിന് ഇടുന്ന സെയിം മസാലകളൊക്കെ ഇട്ടാൽ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തിന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് പിന്നീടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എണ്ണ ഇവിടെ കുറച്ച് മതിയുള്ളതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് എണ്ണ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അത് ഞാനിങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക, നല്ലതാണ് ചോറിൻ്റെ കൂടെ. എല്ലാവർക്കും ഇഷ്ടമാവും. അത് വേവുന്ന നേരം കൊണ്ട് ഞാൻ നേരത്തെ കഴുകിയ പാത്രങ്ങളുടെയൊക്കെ വെള്ളം നന്നായിട്ട് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ കറക്റ്റ് സ്ഥലത്തോട്ട് മാറ്റി വെക്കുവാണ്, ഗ്ലാസും പ്ലേറ്റും ഒക്കെ. അപ്പം അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് നേരത്തെ കബോർഡിനുള്ളിലാണ് ഇരുന്നത്. ഞാൻ പിന്നെ ഇപ്പോൾ എടുത്ത് വെളിയിൽ വെച്ചതാണ്. എന്തായാലും വെളിയിലിരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കയ്യോടെ ഇപ്പോൾ എടുത്ത പാത്രങ്ങളും കൂടെ കഴുകി വെക്കുവാണ്. ഇവിടെ എങ്ങനെ പോയാലും പാത്രം നല്ലോണം കഴുകാൻ വേണ്ടിയിട്ടായിരിക്കും. ഇന്ന് ചെറിയ ചായ ഇടാനാണെങ്കിൽ ഒരു 3-4 പാത്രമെങ്കിലും എങ്ങനെ പോയാലും കഴുകാൻ വേണ്ടിയിട്ട് കിട്ടും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട്. വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് എപ്പോഴും ഇങ്ങനെ തുടച്ചിടുന്ന ഒരു ശീലം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വഴുതനങ്ങ വന്നിട്ടുണ്ട്. ഞാൻ എണ്ണ കുറച്ചിട്ടതുകൊണ്ട് തന്നെ 2-3 കരിഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഊറ്റി കൊടുക്കാറ്. എനിക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ കഞ്ഞി ഊറ്റാനേ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഇവിടെ ഈ കുഞ്ഞി കലമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അമ്മ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വേദന അങ്ങനെ നല്ലോണം മാറുന്നൊന്നും ഇല്ലായിരുന്നു. കൂടിയും കുറഞ്ഞും നിൽക്കുമായിരുന്നു കേട്ടോ. അന്നേരം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടന്നാൽ മതിയെന്ന്. അങ്ങനെ കുറച്ച് സമയം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയി കിടന്നോ, ഇല്ലെങ്കിൽ അമ്മയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയോ അടങ്ങിയിരിക്കുകയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇതിനിടയ്ക്കത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. എന്നാലും ചോറും കറിയൊക്കെ അടിപൊളിയായിരുന്നു. ഒത്തിരി കറിയൊന്നും ഇല്ലായിരുന്നെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എണ്ണീറ്റു. എന്നിട്ട് ഞാൻ കടിയാക്കുവാണ് 4 മണിക്ക് ചായക്ക്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും ഇങ്ങനെ ചായക്ക് കടിയാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്കത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു താല്പര്യം. അപ്പം ഞാൻ ഇന്നാണെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ണൂരുകാരുടെ പഴം നിറച്ചതാണ് ഉണ്ടാക്കിയത്. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അധികം സാധനമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കറക്റ്റ് പാകമൊന്നും അറിയാത്തതുകൊണ്ട് എന്നായാലും കൊള്ളായിരുന്നു. അപ്പം ഞാൻ അമ്മേനെ പൂട്ടിയിട്ടിട്ട് ഇതൊക്കെ ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ വന്നിട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. വന്ന് ഇവിടെ ഇരിക്കുക, അടങ്ങിയിരിക്കുക എന്നൊക്കെ പറയും. അതിന് അമ്മേനെ ഞാൻ പൂട്ടിയിട്ടിട്ടാണ് ചായക്ക് ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അത് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അയ്യോ നീ ഉണ്ടാക്കിയോ, ഇത് എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്നാ ഉണ്ടാക്കി കൊടുത്താലും കുറ്റം പറയില്ല. അടിപൊളിയാ, ഇപ്പൊ കൊള്ളത്തില്ലെങ്കിലും നല്ലതാന്നേ പറയത്തുള്ളേ. അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴാണ് തണുപ്പൊന്ന് ഇച്ചിരിയെങ്കിലും കുറഞ്ഞ്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുടിയെല്ലാം ഒന്ന് ഇതാക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്നു. പിന്നെ എനിക്ക് കുറെ അലക്കാനും ഉണ്ടായിരുന്നു. ചേട്ടായി വന്നപ്പോഴത്തേനും നല്ല ജിലേബി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷെ മധുരം ഓവറായതുകൊണ്ട് അമ്മ അങ്ങനെ കഴിച്ചില്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മല്ലിയും ഓയിലും നമ്മുടെ മൈദയും പാലും ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ചിടുമായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഞാനൊരു അശരീരി കേട്ടത്, നമുക്ക് സിനിമയ്ക്ക് പോകാൻ. ഞാൻ ആദ്യം കരുതി പറ്റിയിലായിരിക്കും, കൊണ്ടുപോകുന്നില്ലെന്ന് വിചാരിച്ചല്ല. പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു, ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. 7:30ക്കാണ്
വേഗം റെഡി ആയിക്കോളാൻ പറഞ്ഞു. പിന്നെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ എല്ലാം പെട്ടെന്ന് പൊട്ടിച്ചൊക്കെ ഇടുന്നു. അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാര്യമേ വിട്ടുപോയി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ആൾക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. വെപ്രാളം കാരണം എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ദാ നമ്മൾ മീനാക്ഷി മാളിലാണ് സിനിമയ്ക്ക് പോകുന്നത്. അങ്ങനെ ദാ അമ്മേനെയും കൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് പേടിയുണ്ടായിരുന്നു നമുക്ക് വേദന കൂടുമോ എന്നുള്ളത്. എന്തായാലും കൂടിയിട്ടൊന്നും ഇല്ലായിരുന്നു അമ്മ പറഞ്ഞ്. അങ്ങനെ ദാ നമ്മളൊരു ഓട്ടോ എടുത്ത് മീനാക്ഷി മാളിലോട്ട് പോവാണ്. അമ്മ വന്നേ പിന്നെ ഫസ്റ്റ് ടൈമാണ് താഴോട്ടൊന്ന് ഇറങ്ങുന്നത്. സ്റ്റെപ്പ് ഇറങ്ങി കാല് വേദന എടുത്താൽ അങ്ങനെ ദാ നമ്മൾ അവിടെ എത്തി. എനിക്ക് ലിഫ്റ്റേ കയറിയിട്ടുണ്ടെങ്കിൽ തല കറങ്ങുവേ. അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. നമ്മൾ ബ്രൊമാൻസ് ആണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് കാലിന് വേദന ആയതുകൊണ്ട് തന്നെ നീട്ടി വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സിനിമയെല്ലാം കണ്ട് അടിപൊളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി. ഫോൺ പേ പണി വന്നുകൊണ്ട് തന്നെ നമ്മളൊരു 5 മിനിറ്റ്